ഹലോ വെൽക്കം ബാക്ക് ടു പൊന്നു കുക്കിംഗ്. അപ്പോൾ ഇന്നൊരു സാൻഡ്വിച്ചുമായിട്ടാണ് വന്നിട്ടുള്ളത്. സാൻഡ്വിച്ച് വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ കഴിയും. തീർച്ചയായിട്ടും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒത്തിരി ഇഷ്ടപ്പെടും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് ഡിന്നറിനോ സ്നാക്സ് ആയിട്ടോ കുട്ടികൾക്ക് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല ക്രീമി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ഞാനിവിടെ 2 മുട്ട നന്നായിട്ട് ബോയിൽ ചെയ്ത് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തോടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മളിതൊരു ഫോർക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഉടച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ ഫോർക്ക് യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പം മാക്സിമം നന്നായിട്ട് നമ്മളിതൊന്ന് ഉടച്ചെടുക്കുക. ഇതാണ് സാൻഡ്വിച്ചിൻ്റെ അകത്ത് ഫില്ലിങ്സ് ആയിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ഞാൻ നന്നായിട്ട് എല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. അടുത്ത് ഇതിലേക്ക് നമ്മൾ കുറച്ച് ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം മുട്ട ബോയിൽ ചെയ്തപ്പോൾ നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് നമ്മൾ വെജിറ്റബിൾസ് ആയിട്ട് സവോള ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനും ചേർത്ത് വേണം നമ്മൾ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസ് ഒരു കുഞ്ഞ് സവോള എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെറിയ ഓംലേറ്റിനൊക്കെ കട്ട് ചെയ്യുന്ന കണക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എരിവിന് വേണ്ടി കുരുമുളക് പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മയോണൈസ് ആണ്. മയോണൈസ് ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ലിക്വിഡായി പോവും. അപ്പം ജസ്റ്റ് നിങ്ങളൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. അത് തന്നെ ധാരാളമായിരിക്കും. അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സാക്കി കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, എരിവിന് വേണ്ടി. പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് എരിവ് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത് ഞാനിവിടെ 2 ബ്രെഡ് പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ തേച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം കുറച്ചൊരു ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് തേക്കാതെ തന്നെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ദേ ഞാൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ നടുവിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഈ ബ്രെഡിലേക്ക് വെച്ച് കൊടുക്കുവാണ്. മാക്സിമം എത്ര വേണോ അത്രയും നിങ്ങൾ ആ ഫില്ലിങ് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഇത്രയും മിക്സ് വെച്ചിട്ട് ഒരു 3 സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് ഒരു ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുകയാണ്. ചീസ് ഗ്രേറ്റ് ചെയ്തിടുന്നതുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഈ ചീസ് വയ്ക്കാതെ തന്നെ ഈ സാൻഡ്വിച്ച് നല്ല ടേസ്റ്റാണ്. വെറുതെ ആ മുട്ടയുടെ മിക്സ് മാത്രം വെച്ച് കഴിക്കുകയാണെങ്കിലും. ചീസ് വെറും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെക്കാം. ഞാനിപ്പോൾ അയണിൻ്റെ പാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ആ പാൻ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമ്മൾ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം വന്നിട്ട് ലോ ടു മീഡിയമിൽ വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ബട്ടർ എല്ലാം അത്യാവശ്യം നന്നായിട്ട് മെൽറ്റ് ആവട്ടെ. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബ്രെഡ് പീസസുകളുണ്ടല്ലോ, അത് നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുവാണ്. ചീസൊക്കെ ഒന്ന് മെൽറ്റായി നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് നമ്മുടെ സാൻഡ്വിച്ച് കിട്ടുന്നതായിരിക്കും. അടുത്ത് ഇതിൻ്റെ ഒരു വശം ഉണ്ടല്ലോ, ആ വശത്തിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ കൂടെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടോടെ ഒന്ന് നമ്മൾ ആ സൈഡൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുവാണ്. വളരെ സിമ്പിളാണ് ഇത് മേക്ക് ചെയ്തെടുക്കുവാനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈവനിങ് ഒരു സ്നാക്സോ അല്ലെങ്കിൽ രാത്രി ഡിന്നറിനോ ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ദേ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, നല്ല പുറം വന്നിട്ട് കുറച്ച് ക്രിസ്പി ആയിരിക്കും നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്തത് കാരണം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നന്നായിട്ടൊരു ക്രീമിയിലാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ദേ ഞാനിതൊന്ന് കട്ട് ചെയ്തുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ദേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കെല്ലാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.